ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പഠനം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും നന്നായിട്ട് കൃത്യതയോടുകൂടി പഠിക്കാനുള്ള എല്ലാ ഭാഗങ്ങളും പഠിച്ച് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. ഓക്കെ, അപ്പം നമുക്ക് ചില മുൻകാല ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളിൽ നിന്ന് വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമുകളിൽ വേൾഡ് ഹിസ്റ്ററി, ലോക ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് റവല്യൂഷൻസ് പഠിക്കാനുണ്ട് അല്ലേ. റവല്യൂഷൻസിൽ തന്നെ നമുക്ക് അമേരിക്കൻ റവല്യൂഷൻ, ഫ്രഞ്ച് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ ഒക്കെ ഉണ്ട്. എന്നാൽ ഫ്രഞ്ച് റവല്യൂഷനെ സംബന്ധിച്ചിടത്തോളം ചില ചോദ്യങ്ങൾ തുടർച്ചയായിട്ട് നമുക്ക് കണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. അപ്പം ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാകും. പക്ഷേ നമ്മൾ ഇന്ന് ഈ പറയുന്ന ചോദ്യങ്ങൾ ഉറപ്പായിട്ടും വീണ്ടും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഈ ചോദ്യങ്ങളുടെ ഒരു പ്രത്യേകത, ഇതിനകത്തെ ഓപ്ഷൻസും കൂടെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾ ഈ ചോദ്യങ്ങൾ വായിക്കുമ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസ് ഒക്കെ ഏതൊക്കെയാണെന്ന് നോക്കണം. അതിനെപ്പറ്റി നിങ്ങൾക്ക് ചെറിയ നോട്ടുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതൊരു അഡീഷണൽ ബെനിഫിറ്റ് ആയിരിക്കും. ഓക്കെ, യെസ്, അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് ഒന്ന് വരാം. ഓക്കെ, യെസ്, ആദ്യത്തെ ചോദ്യം നോക്കിയേ. വേഴ്സൈൽസ് കൊട്ടാരം പണി കഴിപ്പിച്ചത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഫ്രാൻസിൽ ബർബോൺ കിങ്സ് അല്ലെങ്കിൽ ബർബോൺ ഡൈനാസ്റ്റി ആയിരുന്നു ഭരണത്തിൽ ഉണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ആ ഡൈനാസ്റ്റി താമസിച്ചിരുന്ന കൊട്ടാരം വേഴ്സൈൽസിലാണ് ആ കൊട്ടാരമുള്ളത്. ഈ കൊട്ടാരം പണി കഴിപ്പിച്ചത് ആരാണ്? ലൂയി 15 ലൂയി 14 അതോ നെപ്പോളിയനാണോ റൂസോയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? യെസ്, നിങ്ങൾക്ക് ഉത്തരം കൃത്യമായിട്ട് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഉത്തരത്തിലേക്ക് എത്തണം. നോക്കാം. യെസ്, ഇതിൻ്റെ ഉത്തരം ഏതാണ്? യെസ്, ലൂയി 14 കാലഘട്ടത്തിലാണ് വേഴ്സൈൽസ് കൊട്ടാരം പണി കഴിപ്പിച്ചത്. അപ്പോൾ ഈ കൊട്ടാരത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇത് ഫ്രാൻസിലെ ബർബോൺ ഡൈനാസ്റ്റിയുടെ ആസ്ഥാന കേന്ദ്രമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ കൂട്ടത്തിൽ തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ലൂയി 14 ഈ കൊട്ടാരം പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, യെസ്. അപ്പം ഈ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന മറ്റ് ഓപ്ഷൻസ് കൂടെയൊക്കെ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി പോകണം. ഇതൊക്കെ ആരാണ് എന്നുള്ളത്. എല്ലാ കാര്യങ്ങളും നമുക്ക് ക്ലാസ്സിൽ പറഞ്ഞു പോകാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു സെഷനിൽ പറഞ്ഞു പോകാനായിട്ട് പറ്റത്തില്ല. എന്നാലും പരമാവധി കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. നോക്കിയേ, ബാസ്റ്റൈൽ ജയിൽ തകർക്കപ്പെട്ട ദിവസം ഏതാണ്? ഇപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെയുള്ള നമ്മുടെ റവല്യൂഷൻസിൽ നിന്ന് ചില ഡേറ്റുകൾ ചോദിക്കാറുണ്ട്. എല്ലാ ഡേറ്റുകളും അതേപോലെ നമുക്ക് പഠിച്ചു വെക്കാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ ഈ ബാസ്റ്റൈൽ കോട്ട തകർക്കപ്പെട്ടതെന്നാണ്, അതുപോലെ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നത് എന്നാണ്, ഓക്കെ, ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷൻ നടന്നത് എന്നാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചില ഡേറ്റുകൾ നമുക്ക് ഒന്ന് ഈ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു പോകാനായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ബാസ്റ്റൈൽ ജയിൽ തകർക്കപ്പെട്ട ദിവസം ഏതാണെന്നാണ്. 1789 ജനുവരി 1 1789 ജൂൺ 21 1789 ജൂലൈ 14 1790 ജൂലൈ 14 വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഓക്കെ, ഏതാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്? നിങ്ങൾക്ക് മാർക്ക് ചെയ്യാനായിട്ടുള്ള സമയമുണ്ട്. ഓക്കെ, നോക്കിയേ, ഏതാണ്? ഓപ്ഷൻ സി ആണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത് അല്ലേ. 1789 ജൂലൈ 14 ബാസ്റ്റൈൽ ജയിൽ തകർക്കപ്പെട്ടത്. അപ്പം ഈ ഒരു ദിവസത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മുടെ ഈ വിപ്ലവത്തിൻ്റെ തുടക്കം കുറിക്കുന്നത് എന്തിലോടുകൂടിയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ബാസ്റ്റൈൽ ജയിൽ തകർക്കപ്പെട്ട ദിവസത്തോടു കൂടിയാണ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? ബാസ്റ്റൈൽ ജയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊണാർക്കിക്കെതിരെ അല്ലെങ്കിൽ ബർബോൺ രാജവംശത്തിനെതിരെ സംസാരിക്കുന്നവരെ പിടിച്ചു തുറുങ്കലിലടക്കുകയും അവരെ വധിക്കാനും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ് പ്രിസൺ ആണ് എന്ത്
ബാസ്റ്റേൽ കോട്ട എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിവസത്തെ സംബന്ധിച്ചിടത്തോളം ഫ്രഞ്ച് റവല്യൂഷൻ ആരംഭിച്ചത് യഥാർത്ഥ രീതിയിൽ ആരംഭിച്ച ദിവസമാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഇരിക്കുക. ഓക്കെ, ഇനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക്, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കിയേ, ഫ്രഞ്ച് വിപ്ലവത്തിന് നാന്ദി കുറിച്ച് 1789 ജൂൺ 20 നടന്ന സംഭവം ഏത്? കണ്ടോ, അപ്പോൾ ഇങ്ങനെ ഡേറ്റ് വെച്ച് നമ്മളോട് ചോദിക്കാം. അപ്പോൾ നമ്മൾ ഡേറ്റുകൾ ചിലത് പ്രധാനപ്പെട്ട, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചില ഡേറ്റുകൾ നമ്മളൊന്ന് ഓർത്തിരിക്കണം. ഇപ്പോൾ റവല്യൂഷൻ പഠിക്കുമ്പോഴത്തേക്ക്, ഫ്രഞ്ച് റവല്യൂഷൻ പഠിക്കുമ്പോൾ ബാസ്റ്റേൽ കോട്ട തകർത്തത്, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നത്, ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷൻ നടന്നത്, അതുപോലെ തന്നെ ഫ്രാൻസ് ഒരു റിപ്പബ്ലിക്കായി മാറിയത്, ഇങ്ങനെയുള്ള ചില ഡേറ്റുകളാണ്. ഓക്കെ, അപ്പോൾ അത് 2 or 3 ഒന്ന് പഠിച്ചു വെക്കുന്നത് എപ്പോഴും നമ്മുടെ ഒരു മാർക്ക് സ്കോർ ചെയ്യുന്നതിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഓപ്ഷൻ എ എന്ന് പറയുന്നത് എന്താണ്? ബാസ്റ്റേൽ ജയിൽ ആക്രമണം. 2 ടെന്നീസ് കോർട്ട് പ്രതിഷ്ഠിച്ച. 3 ലൂയി 16 രാജഭരണം അവസാനിച്ചു. റിപ്പബ്ലിക് പ്രഖ്യാപനം. കേട്ടോ, ആ ഓപ്ഷൻസ് വന്നുകൊണ്ടോ എല്ലാം നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന രീതിയിലാണ് ഓപ്ഷൻസ് വന്നിരിക്കുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ ഡേറ്റ് അറിഞ്ഞിരിക്കണം, അല്ലേ? ഇവിടെ ഏതാണ് അതിൻ്റെ കൃത്യമായിട്ട് ഉള്ള ആൻസർ? 1789 ജൂൺ 20 നടന്ന സംഭവം ഏതാണ്? യെസ്, നമുക്ക് ഓപ്ഷൻസിലേക്ക് വരാം. ഏതാണ്? ഓപ്ഷൻസ് ബി ആണ്, അല്ലേ? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, അല്ലേ? നമുക്കറിയാം ഫ്രഞ്ച് പാർലമെൻറ്റിൻ്റെ പേരെന്താണ്? എസ്റ്റേറ്റ് ജനറൽ എന്നാണ്, അല്ലേ? ലൂയി 14 എന്ത് ചെയ്തു? എസ്റ്റേറ്റ് ജനറൽ വിളിച്ച് കൂട്ടി. ഓക്കെ, 100 വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ അതിനെ തുടർന്നാണ് എന്ത് ചെയ്തത്? ഈ പ്രക്ഷോഭം ആരംഭിച്ചത്. എന്നാൽ ഫ്രഞ്ച് സൊസൈറ്റിയെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്, അല്ലേ? വ്യത്യസ്ത എസ്റ്റേറ്റുകളായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? തരംതിരിക്കപ്പെട്ടിട്ടുള്ളത്, അല്ലേ? ഇപ്പം നോബിൾസ് ഉണ്ട്, അതുപോലെ തന്നെ ക്ലർജി ഉണ്ട്, കൂടാതെ 3rd എസ്റ്റേറ്റ് ആയിരുന്ന കോമണേഴ്സും ഉണ്ട്, അല്ലേ? അപ്പോൾ ഈ കോമണേഴ്സ് എണ്ണത്തിൽ കൂടുതലായിരുന്നെങ്കിലും അവർക്ക് അധികാരങ്ങൾ കുറവാണ്, അവർക്ക് ഭൂസ്വത്തൊക്കെ കുറവായിരുന്നു, അല്ലേ? എന്നാൽ ഫ്രാൻസിലെ ഭൂരിപക്ഷം വരുന്ന ഭൂമിയും ധനവും ആദ്യത്തെ 2 എസ്റ്റേറ്റുകളുടെ കയ്യിലായിരുന്നു. അതായത് നോബിൾസിൻ്റെ കയ്യിലും അതുപോലെ തന്നെ ക്ലർജിയുടെ കയ്യിലുമായിരുന്നു, അല്ലേ? അപ്പോൾ ഇവിടെ ഈ പാർലമെൻറ്റ് വിളിച്ചു ചേർത്തെങ്കിലും സാധാരണ രീതിയിൽ കോമണേഴ്സും അതുപോലെ തന്നെ മറ്റ് 2 എസ്റ്റേറ്റുകളും ഇരിക്കുന്ന ഹോളിലേക്ക് ആരെ പ്രവേശിപ്പിച്ചില്ല? യെസ്, ഈ കോമണേഴ്സിനെ, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ പ്രവേശിപ്പിച്ചില്ല. അതിനെ തുടർന്ന് അവരെന്ത് ചെയ്തു? തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ടെന്നീസ് കോർട്ടിൽ കൂടി ചേർന്ന് അവിടെ നാഷണൽ അസംബ്ലി എന്ന് പറയുന്ന പുതിയൊരു പാർലമെൻറ്റ് അവർ രൂപീകരിച്ചു. അതിനെ തുടർന്ന് അവർ പ്രഖ്യാപിച്ച ഒരു കാര്യമുണ്ട്, ഈ റവല്യൂഷൻ കഴിയുന്നവരെ ഇതായിരിക്കും ഫ്രാൻസിൻ്റെ പാർലമെൻറ്റ് എന്നായിരുന്നു ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയിൽ അവർ പ്രതിജ്ഞയെടുത്തത്, അല്ലേ? ഓക്കെ, അപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ ഡേറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അടുത്ത ഒരു ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നോക്കാം, ജൂലൈ 14 ദേശീയ ദിനമായി ആചരിക്കുന്ന രാജ്യം ഏതാണ്? അല്ലേ? യെസ്, ജൂലൈ 14 ദേശീയ ദിനമായി ആചരിക്കുന്നത് ഏതാണ്? ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്, സ്പെയിൻ, അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്, അല്ലേ? എന്താണ് ഉത്തരം? നമുക്കറിയാം, ഫ്രാൻസ് ആണ്. ബാസ്റ്റേൽ കോട്ട തകർത്ത ദിവസം, അല്ലേ? യെസ്, ബാസ്റ്റേൽ കോട്ട തകർത്തതിൻ്റെ ഓർമ്മയുടെ ഭാഗമായിട്ടാണ് ജൂലൈ 14 എന്ത് ചെയ്യുന്നത്? ഫ്രാൻസ് ദേശീയ ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, അതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് മാർക്ക് നേടാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യവുമാണ്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ട് തന്നെ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്ത ഒരു പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നോക്കാം, മനുഷ്യൻ സ്വതന്ത്രനായാണ് ജനിക്കുന്നത്, എന്നാൽ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ് എന്നുള്ള ഈ വാക്കുകൾ ആരുടേതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലേ? മനുഷ്യൻ സ്വതന്ത്രനായിട്ടാണ് ജനിക്കുന്നത്, എന്നാൽ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ് എന്ന് പറഞ്ഞത് ഏത് വ്യക്തിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വോൾട്ടയർ, മോണ്ടസ്ക്യൂ, റൂസോ, ലൂയി 16. ഓക്കെ, നമ്മൾ ഒരുപാട് ചെറിയ ക്ലാസ്സുകൾ മുതലേ പഠിച്ചു വരുന്ന ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണിത്, അല്ലേ? ഏതാണ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ? ഏതാണ്? ഉത്തരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉത്തരം ഓപ്ഷൻ സി ആണ്, അല്ലേ? റൂസോയാണ്. ഓക്കെ, ഇതിൽ നിന്ന് ചോദിക്കാനുള്ള മറ്റൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റൂസോ ഏത് പുസ്തകത്തിലാണ് ഇത് അദ്ദേഹം എഴുതിയിരിക്കുന്നതെന്ന് ചോദിക്കാം.
ഏത് പുസ്തകത്തിലാണ് മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നത് എന്നാൽ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് റൂസോയുടെ ഏത് പുസ്തകത്തിലാണ്? സോഷ്യൽ കോൺട്രാക്റ്റ് അല്ലേ? സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ ഏറ്റവും ആദ്യമായിട്ട് എഴുതിയിരിക്കുന്ന വാക്കുകളാണിത്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, യെസ്. അപ്പോൾ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് കൂടെ നമ്മൾ പോവുകയാണ്. നോക്കിയേ, ലൂയി 16 കുപ്രസിദ്ധിയായ ഭാര്യ ആരായിരുന്നു? അല്ലേ, ആരായിരുന്നു? കുപ്രസിദ്ധി ആർജിച്ച ലൂയി 16 ഭാര്യ കാതറിൻ ദ ഗ്രേറ്റ്, മേരി ആന്റോണിറ്റി, എലിസബത്ത് ഫസ്റ്റ്, മരിയ ട്യൂഡർ. ആരാണ്? യെസ്, അത് കുറച്ച് എളുപ്പമുള്ള ഒരു ചോദ്യമാണ് അല്ലേ. നോക്കാം, ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ് അല്ലേ. ഓപ്ഷൻ ബി ക്യൂൻ മേരി ആന്റോണിറ്റി ആയിരുന്നു അല്ലേ. യെസ്, തലതിരിഞ്ഞ ഒരു ക്യൂൻ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത എന്തായിരുന്നു കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇവർ വളരെ എക്സ്ട്രാവഗൻ്റ് ആയിട്ടുള്ളൊരു ലൈഫ്, വളരെ ചിലവ് ധൂർത്തടിക്കുന്ന ഒരു ജീവിതം നയിച്ച ഒരു സ്ത്രീയാണ്. അതുപോലെ തന്നെ ഇവരുടെ പ്രത്യേകത, ഇവരുടെ ധൂർത്തിൽ ഏറ്റവും കൂടുതൽ ഇവർ പണം ചെലവഴിച്ചിരുന്നത് എന്തിലായിരുന്നു? ഇവർ വസ്ത്രങ്ങൾ മേടിച്ച് കൂട്ടുന്നതിലായിരുന്നു ഇവരെന്ത് ചെയ്തത്? ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചിരുന്നത്. കൂടാതെ ലൂയി 16 ഭരണത്തിന് വലിയ തോതിൽ തന്നെ ഇവർ കൈകടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പം മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? റൂസോ, നെപ്പോളിയൻ, വോൾട്ടയർ, റോബിസ്പിയർ. ഓക്കെ, ആരാണ് ഉത്തരം? യെസ്, ഓപ്ഷൻ എ ആണ് അല്ലേ, റൂസോ. റൂസോയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞു, സോഷ്യൽ കോൺട്രാക്റ്റിൻ്റെ കാര്യം പറഞ്ഞു. അതിൽ അദ്ദേഹം എന്താണ് പറയുന്നത്? നമ്മുടെ സമൂഹം എക്സിസ്റ്റ് ചെയ്യുന്നത് ചില മോറൽ പൊളിറ്റിക്കൽ റൂൾസിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലേ. ഓക്കെ, ചില എഗ്രിമെൻറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സമൂഹം എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നാണ് യെസ് റൂസോ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ കോൺട്രാക്റ്റിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് ഫ്രഞ്ച് വിപ്ലവത്തിന് ബൗദ്ധിക തലത്തിൽ ഒരുപാട് സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് ആര്? റൂസോ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി അടുത്തത്, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? യെസ്, ഓപ്ഷൻ സി ആണ് അല്ലേ. ഓപ്ഷൻ സി ആണ്, റൂസോയാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം. മുമ്പോട്ട് ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയൻ പരാജയപ്പെട്ടപ്പോൾ ഏത് ദ്വീപിലേക്കാണ് നാട് കടത്തപ്പെട്ടത്? ഏത് ദ്വീപാണ്? യെസ്, ഓപ്ഷൻ ബി ആണ്, സെൻറ്റ് ഹെലേന ദ്വീപിലേക്കാണ് അദ്ദേഹം നാട് കടത്തപ്പെട്ടത് അല്ലേ. അപ്പോൾ ഇവിടെ സെൻറ്റ് ഹെലേന ദ്വീപിൽ അദ്ദേഹം നാട് കടത്തപ്പെട്ടു. അതിനുശേഷം അദ്ദേഹത്തിന് തിരിച്ചു വരാനായിട്ട് സാധിച്ചില്ല. അദ്ദേഹം അവിടെ തന്നെ അദ്ദേഹത്തിൻ്റെ അവസാനം വരെയുള്ള സമയം കഴിച്ചു കൂട്ടിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ വാട്ടർലൂ യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നെപ്പോളിയനുമായിട്ട് ഏറ്റുമുട്ടിയത് ആരായിരുന്നു? യെസ്, വെല്ലസ്ലി ആയിരുന്നു അല്ലേ. വെല്ലസ്ലിയുടെ സൈന്യമായിരുന്നു സഖ്യശക്തികൾ, അല്ലെങ്കിൽ ഫ്രാൻസിനെതിരെ യുദ്ധം നയിക്കാനായിട്ട് നിയമിക്കപ്പെട്ട ശക്തിയുടെ പ്രധാനപ്പെട്ട കമാൻഡറായിരുന്നു ആര്? വെല്ലസ്ലി അല്ലേ. അപ്പോൾ അദ്ദേഹമാണ് ആരെ പരാജയപ്പെടുത്തുന്നത്? യെസ്, നെപ്പോളിയനെ ഏത് യുദ്ധത്തിൽ പരാജയപ്പെടുത്തുന്നു? വാട്ടർലൂ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ കോഴ്സിക്ക എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം കോഴ്സിക്ക എന്ന് പറയുന്ന ഐലൻഡിലാണ് ആര് ജനിക്കുന്നത്? നെപ്പോളിയൻ ജനിക്കുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അദ്ദേഹം ആദ്യം ഭരണത്തിൽ വന്നതിന് ശേഷം ആദ്യം നാട് കടത്തപ്പെട്ട ഐലൻഡ് ആയിരുന്നു എൽബ ഐലൻഡ് അല്ലേ. എൽബ ഐലൻഡിൽ നിന്ന് അദ്ദേഹം പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? രക്ഷപ്പെട്ട് പിന്നീട് അദ്ദേഹം ഫ്രാൻസിൽ എത്തുന്നുമുണ്ട്. ഫ്രാൻസിൽ എത്തിയതിനു ശേഷം എത്ര ദിവസങ്ങൾ കൊണ്ടാണ് ഫ്രാൻസിനെ പഴയ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് അദ്ദേഹം ആഗ്രഹിച്ചത്? അതിനുവേണ്ടി അദ്ദേഹം ഒരു പ്രോഗ്രാം തന്നെ സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലേ. 100 ദിവസത്തെ പ്രോഗ്രാം, അല്ലെങ്കിൽ 100 days പ്രോഗ്രാം. 100 ദിവസങ്ങൾ കൊണ്ട് എന്ത് ചെയ്യണം? ഫ്രാൻസിലെ സൈന്യത്തെയും ഫ്രാൻസിൻ്റെ പ്രതാപത്തെയും വീണ്ടെടുക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ലക്ഷ്യം. ഓക്കെ, യെസ്. അപ്പം
അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിന് വളരെ നന്നായിട്ട് പഠിച്ച് മുമ്പോട്ട് പോകേണ്ട സമയമാണ് നമുക്കിനിയുള്ളത്. ഓക്കെ, അതിനുവേണ്ടി ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളുടെ കൂടെ ഉണ്ട്. നമുക്ക് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ട് അല്ലേ? എന്താണ്, ലൈവ് റെക്കോർഡ് ക്ലാസ്സുകൾ നമ്മൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഓരോ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഡെയിലി ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട് ഉണ്ടായിരിക്കും. കൂടാതെ ഒരു മെൻറ്റർ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. ഓക്കെ, ഫുൾ PDF നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടാകും. കൂടാതെ മോഡൽ എക്സാംസ് ഓരോ കൃത്യമായിട്ടുള്ള ടൈമിലി ഇവാലുവേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വാട്സപ്പ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഒക്കെ ഇതിൻ്റെ ഈ കോഴ്സിൻ്റെ ഭാഗമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നല്ല രീതിയിൽ ഈ പരീക്ഷ എഴുതി പാസ്സാകാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കോമ്പറ്റേറ്റീവ് ക്രാക്കിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇതിനോടൊപ്പമുള്ള കോൺടാക്റ്റ് നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം. എത്രയും വേഗത്തിൽ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് ഇനി സമയം നമ്മൾക്ക് കളയാനായിട്ട് ഇല്ല. ഓക്കെ, അപ്പോൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. അടുത്ത ചോദ്യം, ഫ്രാൻസിനെ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? ഓക്കെ, 1789 1792 1799 1804. അപ്പോൾ ഫ്രാൻസിൻ്റെ ഫ്രഞ്ച് റവല്യൂഷൻ വിവിധ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലേ? ഓക്കെ, ആദ്യം ഫ്രാൻസ് എന്ത് ചെയ്തു, റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്തു, അധികാരം പിന്നീട് നെപ്പോളിയൻ്റെ കരങ്ങളിലേക്ക് വരുന്നു അല്ലേ? ഫ്രഞ്ച് എംപയർ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നു. പിന്നീട് അവസാനം എന്ത് ചെയ്യുന്നു, നെപ്പോളിയൻ പരാജയപ്പെട്ടതിന് ശേഷം വീണ്ടും അവിടെ പുതിയ ഒരു ഭരണ സംവിധാനം നിലവിൽ വരുന്നെങ്കിലും വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ജൂലൈ റവല്യൂഷൻ എന്നൊക്കെ പറഞ്ഞ റവല്യൂഷൻ നടക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ വ്യത്യസ്ത ഘട്ടങ്ങളിലായിട്ടാണ് ഫ്രാൻസിലെ ഈ റവല്യൂഷൻ കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ ഫ്രാൻസിനെ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ച വർഷം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഏതാണ് കൃത്യമായിട്ട്? 1792 അല്ലേ ഫ്രാൻസിനെ റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുന്നത്? 1792. അപ്പോൾ ഈ റിപ്പബ്ലിക് എന്നൊക്കെ ഉള്ള പദങ്ങളെല്ലാം ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട് തുടങ്ങുന്നത് ശരിക്കും ഫ്രഞ്ച് റവല്യൂഷനെ തുടർന്നുള്ള കാലഘട്ടത്തിലാണ് അല്ലേ? എന്താണ് റിപ്പബ്ലിക് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? എന്താണ്? ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്, ജനങ്ങളാൽ നേരിട്ടോ അല്ലാതെയോ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണ സംവിധാനത്തെയാണ് നമ്മൾ റിപ്പബ്ലിക് എന്ന് വിളിക്കുന്നത് അല്ലേ? അപ്പം നേരിട്ടോ അല്ലാതെയോ, ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്, ഓക്കെ, അതിനെയാണ് റിപ്പബ്ലിക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത്, ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച പ്രമുഖ ചിന്തകനായ വോൾട്ടേറുടെ യഥാർത്ഥ നാമം എന്താണ്? ഓക്കെ, അപ്പോൾ വോൾട്ടേറുടെ യഥാർത്ഥ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജീൻ ജാക്കസ് റൂസോ, ഫ്രാങ്കോയിസ് മേരി അറ്റൗണ്ട്, മോണ്ടസ്ക്യൂ, റോബിസ്പിയർ. എന്താണ് വോൾട്ടേറുടെ യഥാർത്ഥ പേര്? ഓപ്ഷൻ ബി ആണ് അല്ലേ, ഫ്രാങ്കോയിസ് മേരി അറ്റൗണ്ട് എന്നാണ്. അപ്പോൾ ഈ വോൾട്ടേറെ പറ്റി പറയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ പറയാതെ പോകാനായിട്ട് പറ്റത്തില്ല. ഏറ്റവും കൂടുതൽ കാത്തോലിക് ചർച്ചിനെ വിമർശിച്ച വ്യക്തിയാണ് ആര്? നമ്മുടെ വോൾട്ടേർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കാത്തോലിക് ചർച്ചിൻ്റെ അധികാരത്തെയും അതുപോലെ തന്നെ ദൈവമാണ് എല്ലാത്തെയും നിയന്ത്രിക്കുന്നത് എന്നൊക്കെയുള്ള ആശയങ്ങളെ ശക്തമായിട്ട് എതിർക്കുകയും ജനങ്ങളുടെ അധികാരത്തിന് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പവർ എന്ന് പറയുന്നത് അത് ജനങ്ങളിലൂടെയാണ് നടപ്പിലാക്കേണ്ടത് എന്ന് പറയുകയും ചെയ്ത വ്യക്തിയാണ് ആര്? ഫ്രാങ്കോയിസ് മേരി അറ്റൗണ്ട് എന്നറിയപ്പെടുന്ന വോൾട്ടേർ എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് ആളുകളുടെ മരണത്തിനിടയാക്കിയ സെപ്റ്റംബർ കൂട്ടക്കൊല നടന്ന വർഷം ഏതാണ്? സെപ്റ്റംബർ മാസക്കർ നടന്ന വർഷം 1789, 1790, 1792, 1794. കേട്ടോ, ഇങ്ങനെ വർഷങ്ങൾ ചിലപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ വർഷങ്ങൾ ചോദ്യത്തിൽ വെച്ചുകൊണ്ട് സംഭവം ഏതാണെന്ന് ചോദിക്കാം. അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ഇത്തവണ പ്രതീക്ഷിക്കണം. ഏതാണ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ് അല്ലേ, 1792 സെപ്റ്റംബർ കൂട്ടക്കൊല നടക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് മറ്റൊരു ചോദ്യം കൂടെ നോക്കാനായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. അടുത്തത് ചില വർക്കുകളാണ് നമ്മൾക്ക് തന്നിരിക്കുന്നത്.
നോക്കിയേ, കൺഫെഷൻസ്, സോഷ്യൽ കോൺട്രാക്റ്റ്, എമിലി എന്നീ ബുക്കുകൾ രചിച്ചത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൺഫെഷൻസ്, സോഷ്യൽ കോൺട്രാക്റ്റ്, എമിലി എന്നീ ബുക്കുകൾ രചിച്ചത് വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ, നെപ്പോളിയൻ. അല്ലേ, നമുക്കറിയാവുന്നതാണ്, കൃത്യമായിട്ട് അറിയാവുന്നതാണ്. പക്ഷേ ഈ വർക്കുകളെല്ലാം ആരുടെയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചോദ്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യെസ്, ആരാണ്? റൂസോയാണ്. അല്ലേ, റൂസോയുടെ വർക്കാണ് കൺഫെഷൻ, സോഷ്യൽ കോൺട്രാക്റ്റ്. അല്ലെ, സോഷ്യൽ കോൺട്രാക്റ്റിനെ പറ്റി ഓൾറെഡി നമ്മൾ പറഞ്ഞു. സൊസൈറ്റി എക്സിസ്റ്റ് ചെയ്യുന്നത് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് സർട്ടൺ എഗ്രിമെൻറ്റ്സ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അല്ലേ, സർട്ടൺ മോറൽ പൊളിറ്റിക്കൽ എഗ്രിമെൻറ്റ്സ്. ഓക്കെ, അതുപോലെ തന്നെ എമിലി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു വർക്കാണ്. ഓക്കെ, മോഡേൺ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വർക്കാണ് എമിലി എന്നുള്ളത്. ഓക്കെ, യെസ്. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, ഗില്ലറ്റിൻ ഉപയോഗിച്ചുകൊണ്ട് വധിക്കപ്പെട്ട ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാരാണ്? ഓക്കെ, പാസ്റ്റർ അല്ലെങ്കിൽ ലൂയി പാസ്റ്റർ, ആന്റോലിയൻ ലാവോസിയർ, പോപ്പർ, ഡാൾട്ടൺ. ഗില്ലറ്റിൻ, അല്ലേ, ഗില്ലറ്റിൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപകരണമായിരുന്നു ഫ്രഞ്ച് റവല്യൂഷൻ കാലത്ത്. അല്ലേ, ഗില്ലറ്റിൻ ഉപയോഗിച്ച് വധിക്കപ്പെട്ട ആദ്യത്തെ ശാസ്ത്രജ്ഞനാരായിരുന്നു? ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ബി ആണ്. അല്ലേ, ആന്റോലിയൻ ലാവോസിയർ ആണ് എന്ത് ചെയ്യുന്നത്? ആദ്യമായിട്ട് ഗില്ലറ്റിൻ ഉപയോഗിച്ച് വധിക്കപ്പെട്ട ശാസ്ത്രജ്ഞനായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ ഗില്ലറ്റിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് പേരെ ഒരുമിച്ച് വധശിക്ഷയ്ക്ക് വിധേയപ്പെടുത്താനായിട്ട് സഹായിക്കുന്ന ഒരു ഉപകരണമാണ്. ചക്രവർത്തിമാർക്കെതിരെ, ബർബോൺ ചക്രവർത്തിമാർക്കെതിരെ സംസാരിക്കുകയോ അല്ലെങ്കിൽ നിലവിലുള്ള കത്തോലിക്ക റിലീജിയൻ അംഗീകരിക്കപ്പെട്ട സത്യങ്ങളെ പുതിയ ശാസ്ത്രം, പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ തെളിയിക്കപ്പെടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനെ അംഗീകരിക്കാതെ വരുന്നവരെയൊക്കെ എന്ത് ചെയ്യുക? യെസ്, ഗില്ലറ്റിൻ ഉപയോഗിച്ച് വധിക്കുന്ന ഒരു രീതി പണ്ട് മുതലേ, മിഡീവൽ കാലം മുതലേ എന്ത് ചെയ്തിട്ടുണ്ട്? ഫ്രാൻസിൽ നിലവിൽ ഉണ്ടായിരുന്നു. ഓക്കെ, യെസ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ലാവോസിയർ ആണ് എൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരം. അടുത്തത്, നെപ്പോളിയൻ ഫ്രഞ്ച് ചക്രവർത്തിയായി സ്ഥാനമേറ്റ സ്ഥലം ഏതാണ്? നെപ്പോളിയൻ ഫ്രഞ്ച് ചക്രവർത്തിയായി സ്ഥാനമേറ്റ സ്ഥലം ലോവർ ഹൗസ്, നോർത്തൻഡ്രാം കത്തീഡ്രൽ, ബാസ്റ്റൽ കോട്ട, പാലസ് ഓഫ് വേഴ്സൈസ്. എവിടെയാണ്? യെസ്, നമുക്കറിയാവുന്നതാണ്. അല്ലേ, ഉത്തരം നോർത്തൻഡ്രാം കത്തീഡ്രൽ. ഓപ്ഷൻ ബി ആണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, യെസ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നോക്കാം. പടവാളിനേക്കാൾ ശക്തിയുള്ളതാണ് തൂലിക എന്ന് തെളിയിച്ച വിപ്ലവം ഏതാണ്? യെസ്, റഷ്യൻ റവല്യൂഷൻ, അമേരിക്കൻ റവല്യൂഷൻ, ഫ്രഞ്ച് റവല്യൂഷൻ, അതുപോലെ തന്നെ വ്യവസായ വിപ്ലവം. ഏതാണ്? അത് നമുക്ക് ഡയറക്റ്റ്ലി ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റുന്നതാണ്. അല്ലേ, യെസ്, പടവാളിനേക്കാൾ ശക്തിയുള്ളതാണ് തൂലിക എന്ന് തെളിയിച്ച വിപ്ലവമാണ് യെസ് ഫ്രഞ്ച് വിപ്ലവം. അല്ലേ, ഒരുപാട് എഴുത്തുകാരന്മാർ, ഒരുപാട് തത്വചിന്തകന്മാർ ഉണ്ടായിരുന്ന ഒരു റവല്യൂഷൻ. അല്ലേ, വോൾട്ടയർ, മോണ്ടസ്ക്യൂ, റൂസോ, അതുപോലെ തന്നെ ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ, ഇവരൊക്കെ ഉണ്ടായിരുന്ന വളരെ സജീവമായിട്ടുള്ള ഏറ്റവും ആദ്യത്തെ, ഏറ്റവും പ്രധാനപ്പെട്ട മദർ ഓഫ് റവല്യൂഷൻ എന്നറിയപ്പെടുന്ന റവല്യൂഷനാണ് ഏത്? യെസ്, ഫ്രഞ്ച് റവല്യൂഷൻ എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത്, പ്രസിദ്ധമായ മനുഷ്യാവകാശ പ്രഖ്യാപനം ഫ്രഞ്ച് നാഷണൽ അസംബ്ലി പാസ്സാക്കിയ വർഷം ഏതാണ്? 1787, 1788, 1789, 1790 എന്നാണ്. യെസ്, ഓപ്ഷൻ സി ആണ്. അല്ലേ, 1789 എന്ന് പാസ്സാക്കുന്നത് പ്രസിദ്ധമായിട്ടുള്ള മനുഷ്യാവകാശ പ്രഖ്യാപനം. അല്ലേ, ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷൻ. അല്ലേ, യെസ്, ഫ്രഞ്ച് വിപ്ലവത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസിഡൻ്റായിട്ട് കരുതപ്പെടുന്ന ഒരു കാര്യമാണ് ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷൻ. നടക്കുന്നത് 1789. അല്ലേ, ലോകത്തിലെ മറ്റ് പല റവല്യൂഷൻസിനെയും സ്വാധീനിച്ച ഒരു ഘടകം കൂടെയാണ് ഈ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. പിന്നീട് നമുക്ക് ഇന്ത്യയിലാണെങ്കിലും നമ്മൾ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ ഫ്രഞ്ച് റവല്യൂഷൻ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഓക്കെ, യെസ്. അടുത്തത്,
നമുക്ക് മറ്റൊരു മേഖലയിലേക്ക് വരാം. ടിപ്പു സുൽത്താൻ്റെ ഭരണകാലത്ത് ഫ്രാൻസുമായുള്ള ബന്ധത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? വ്യാപാര കരാറുകൾ ഉറപ്പാക്കുക, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ സൈനിക സഹായം നേടുക, സാങ്കേതിക വിദ്യ കൈമാറൽ, സംസ്കാരങ്ങൾ തമ്മിൽ പരിവർത്തനം നടത്തുക. എന്തായിരുന്നു ഈ ടിപ്പു സുൽത്താൻ്റെ ഭരണകാലത്ത് ഫ്രാൻസുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പ്രത്യേകത? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്തായിരുന്നു? ഓപ്ഷൻ ബി ആണ് അല്ലേ? ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ സൈനിക സഹായം നേടുക എന്നുള്ളതായിരുന്നു എന്തിൻ്റെ ലക്ഷ്യം? യെസ്, ടിപ്പു സുൽത്താൻ്റെ ഭരണകാലത്ത് ഫ്രാൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ശരിക്കും ടിപ്പു സുൽത്താൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഫ്രഞ്ച് സഹായത്തോടു കൂടി അദ്ദേഹം ഒരു ആർമറി, ഡിണ്ടിഗലിൽ ഒരു ആർമറിയൊക്കെ സ്ഥാപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൈസൂറിലെ സൈനികർക്ക് പരിശീലനമൊക്കെ നടത്തുന്നുണ്ട്. ഓക്കെ, കൂടാതെ ഫ്രഞ്ച് വിപ്ലവത്തിന് അദ്ദേഹം പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഇന്ത്യൻ ദേശീയവാദിയായിട്ടുള്ള സുൽത്താനായിരുന്നു ആര്? ടിപ്പു സുൽത്താൻ അല്ലേ? ഓക്കെ, യെസ്. അടുത്തത് നോക്കിയേ, ജാക്കോബിൻ ഗ്രൂപ്പ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി അറിയപ്പെട്ടത് എന്തിന് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജാക്കോബിൻ അതുപോലെ തന്നെ ജിറോൺസുകളെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് ജാക്കോബിൻ ഗ്രൂപ്പ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി അറിയപ്പെട്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, രാജധാനി പാരീസിൻ്റെ ശക്തി പ്രസ്ഥാനങ്ങൾ ശക്തമാക്കുക എന്നുള്ളത്. 2, രാജഭരണത്തെ പൂർണ്ണമായും നശിപ്പിക്കുക. 3, സമ്പത്ത് മാത്രം കണക്കാക്കിയ പുതിയ നിയമങ്ങൾ രൂപീകരിക്കുക. 4, പുരാതന തത്വങ്ങൾ പുനരുദ്ധീകരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് ജാക്കോബിൻ ഗ്രൂപ്പ് രൂപീകരണം? ജാക്കോബിൻ ക്ലബ്ബ് അല്ലേ? ടിപ്പു സുൽത്താനൊക്കെ അംഗമായിരുന്ന ജാക്കോബിൻ ക്ലബ്ബ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? യെസ്, ഓപ്ഷൻ ബി ആണ് അല്ലേ? രാജഭരണത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ജാക്കോബിൻ ക്ലബ്ബ് രൂപീകരിക്കപ്പെടുന്നത്. അപ്പം ടിപ്പു സുൽത്താനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു, അദ്ദേഹം ഇതിനകത്ത് അംഗമായിരുന്നു. അതുപോലെ തന്നെ മുമ്പ് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ശ്രീരംഗപട്ടണത്ത് ട്രീ ഓഫ് ലിബർട്ടി അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, യെസ്. ഇനി ജിറോണ്ടിസ് ഏത് വിഭാഗത്തെ പ്രതിനിധീകരിച്ചു എന്നാണ് അടുത്ത ചോദ്യം. ജിറോൺസ് ഏത് വിഭാഗത്തെയാണ് പ്രതിനിധീകരിച്ചത്? ശത്രു രാജ്യങ്ങൾ, ഗ്രാമപ്രദേശങ്ങളുടെ വിശാല കർഷക സമൂഹം, പ്രവിശ്യകളിൽ നിന്ന് വന്ന മിതവാദികൾ, പാരീസിലെ നഗര തൊഴിലാളികൾ. ഏതാണ്? ജിറോണ്ടുകൾ ഏത് വിഭാഗത്തെയായിരുന്നു റെപ്രസെൻ്റ് ചെയ്തത്? യെസ്, നോക്കാം. ഓപ്ഷൻ സി ആണല്ലേ, പ്രവിശ്യകളിൽ നിന്ന് വന്ന മിതവാദികളെയാണ് അല്ലേ ആര് പ്രതിനിധീകരിച്ചത്? ജിറോണ്ടിസുകൾ പ്രതിനിധീകരിച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ഈ ചോദ്യങ്ങളെല്ലാം മനസ്സിലാക്കുക, പഠിക്കുക. പരീക്ഷയ്ക്ക് ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ പ്രയോജനപ്പെടും. അപ്പം ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കുന്നു, ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു.